വചനം വചനം ത്രിയേക ദൈവമം വചനം. എക്സ്പെക്ടാസിയോ, ദ വെയിറ്റ്, കാത്തിരിപ്പ്. ഇന്നിൻ്റെ ജനം വളരെ തിടുക്കത്തിലാണ്. ആർക്കും കാത്തിരിപ്പ് അത്ര ഇഷ്ടമല്ല. അതിവേഗത്തിൽ റെസ്പോണ്ട് ചെയ്യുന്ന മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഈ ദിവസങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഷോപ്പിംഗ് മാളുകളിലെ വലിയ തിരക്ക്, ബില്ലിങ്ങിലെ ക്യൂ, പാർക്കിങ്ങിലെ ക്യൂ, എന്തിനേറെ പറയുന്നു, നമ്മുടെ പ്രാർത്ഥനകൾക്ക് പോലും അതിവേഗത്തിൽ നമുക്ക് മറുപടി ലഭിക്കണം. വി ആർ ഇൻ ആൻ ഇൻക്രെഡിബിൾ ഹറി, ബട്ട് ഗോഡ് ഈസ് നോട്ട്. എന്നാൽ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് കാത്തിരിപ്പിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്. ആഗമനകാലം കാത്തിരിപ്പിൻ്റെ കാലമാണ്. എങ്ങനെ കാത്തിരിക്കണം? പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പിതാവും കാത്തിരുന്നത് നമുക്കൊരു പാഠമാണ്. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്നും മറഞ്ഞു. പിന്നീട് നാം പരിശുദ്ധ അമ്മയെ കാണുന്നത് എലിസബത്തിൻ്റെ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവളായിട്ടാണ്. ഒന്ന്, കാത്തിരിപ്പ് എന്നത് നമ്മെ തന്നെ വിസ്മരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ടുള്ള സമർപ്പണ മനോഭാവമാണ്. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും സമൂഹത്തിനു മുമ്പിൽ തനിക്ക് നേരിടാവുന്ന അപമാനത്തെക്കുറിച്ച് ചിന്തിക്കാതെ അവളെ പൊതിഞ്ഞു പിടിക്കുന്ന സ്നേഹമായി ജോസഫിൻ്റെ കാത്തിരിപ്പ് മാറുന്നുണ്ട്. 2, കാത്തിരിപ്പ് സ്വയം കുട ചൂടി നടക്കുന്ന എന്നിൽ നിന്നും ഞാനെന്ന തണൽ മരത്തിലേക്കുള്ള എൻ്റെ പരിണാമമാണ്. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു. എടുത്തു ചാടിയുള്ള തൻ്റെ തീരുമാനങ്ങളെക്കാൾ ജോസഫ് കർത്താവിൻ്റെ തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു. 3, ഉള്ളിൻ്റെ ഉള്ളിലെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾക്ക് നടുവിലും ശാന്തമായിരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനാവുകയുള്ളൂ. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ആ പോസ്റ്റ് ബട്ടൺ ഒന്ന് അമർത്തി ദൈവത്തിനും മനുഷ്യനും വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുന്നതായിരിക്കട്ടെ നിൻ്റെ ഈ കാത്തിരിപ്പ് കാലം. ആമേൻ.